അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ മടിയിൽ കിടന്ന് എൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഉമ്മനീര് ഒരുമിച്ച് ചേർന്നാണ് മരണപ്പെട്ടു എന്നത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു അറാക്കിൻ്റെ കൊള്ളിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നോക്കുന്നുണ്ട് എന്ന് കണ്ട് ഞാൻ നബിയുടെ താല്പര്യം മനസ്സിലാക്കി ആ കട്ടിയുള്ള അറാക്ക് ചവച്ച് മൃദുലമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. നബി അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെള്ളം നിറച്ച തോൽപാത്രമുണ്ട്. അതിൽ നിന്ന് വേദന കലശലാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ട് മുഖം തുടക്കുമായിരുന്നു. അങ്ങനെ വേദന ശക്തമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുകരങ്ങളും ഉയർത്തി, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറയാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. മരണത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന വേദനയാണ്. ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ഒടുവിൽ കൈകൾ നീട്ടി ഉന്നതനായ കൂട്ടുകാരനിലേക്ക് ഇഫിർ റഫീഖൽ അഅ്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റൂഹ് വേർപിരിഞ്ഞു. ഉയർന്ന കൈകൾ പതിയെ താഴ്ന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അയവിറക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിനും മുഗീറ റളിയല്ലാഹുവിനും ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കിടക്കുന്ന മുറിയിലേക്ക് കയറുവാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ആയിഷ ബീവി അവർക്ക് അനുവാദം കൊടുത്ത ശേഷം മുറിയുടെ മറ നീക്കിക്കൊടുത്തു. നബിയെ നോക്കിയ ശേഷം ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിക്ക് മയക്കമാണ്, എന്തുറക്കമാണ്. അവർ എഴുന്നേറ്റ് മുറിയുടെ കവാടത്തിനരികിൽ എത്തിയപ്പോൾ മുഗീറ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു മുഗീറ റളിയല്ലാഹുവിനോട് പൊട്ടിത്തെറിച്ചു, നിങ്ങൾ കളവാണ് പറയുന്നത്, നീ ഫിത്നയുണ്ടാക്കുകയാണ്. മുനാഫിക്കീങ്ങളെ തുരത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വിട്ടുപിരിയുകയില്ല. മരണവിവരം അറിഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സുനയിലെ വീട്ടിൽ നിന്നും ആയിഷ ബീവിയുടെ വീട്ടിലെത്തി. അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ അരികിലെത്തി നബിയുടെ മുഖത്ത് നിന്നും തുണി മാറ്റി. നബിയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. തുടർന്ന് സഹിക്കാനാവാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മയും ബാപ്പയും അങ്ങാണ്. ഒരാളുടെ മേൽ രണ്ട് മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. തീർച്ച അങ്ങ് വിടവാങ്ങിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം ഉൾക്കൊള്ളുന്നില്ല. നബി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തലയറുക്കും എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് തർക്കിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനോട് ഇരിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അനുസരിച്ചില്ല. തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. ജനങ്ങൾ ഉമറിനെ വിട്ട് അബൂബക്കറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതാ വഫാത്തായിരിക്കുന്നു. അതല്ല അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. തുടർന്ന് ഈ ആയത്ത് അവിടുന്ന് ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅൻ വയജ്സിയല്ലാഹു ശാകിരീൻ. സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്ത് അവിടുന്ന് ഓതുകയാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാണ്. പല ദൂതന്മാരും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. നബി മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്തിരിയുകയാണോ നിങ്ങൾ? ആരെങ്കിലും പുറകോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹുവിന് ഒരു ദ്രോഹവും ഏൽപ്പിക്കാൻ അവനാകില്ല. കൃതജ്ഞതർക്ക് അള്ളാഹു മതിയായ പ്രതിഫലം നൽകുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിയ ആയത്ത് പോലെ തോന്നിപ്പോയി. അവരെല്ലാവരും ഏറ്റുചൊല്ലി. ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തളർന്ന് നിലത്തിരുന്നു പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. ഖലീഫയെ തിരഞ്ഞെടുക്കാൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അൻസാറുകളും മറ്റും പന്തലിൽ ഒരുമിച്ച് കൂടി. ആരാണ് ഖലീഫയാകേണ്ടത് എന്നതിൽ തർക്കം രൂക്ഷമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവരിലേക്ക് ചെന്നു. ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. തുടർന്ന് അൻസാരികളിൽ നിന്നും അമീറിനെ നിശ്ചയിക്കണം എന്ന വാദത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എതിർത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മക്കക്കാർ നേതാക്കന്മാരും
നിങ്ങൾ മന്ത്രിമാരുമാണ്. മക്കക്കാരാണ് നിങ്ങളെക്കാൾ കുടുംബ മഹിമ കൊണ്ടും സ്ഥാനം കൊണ്ടും അമീറാകാൻ അർഹർ. അതിനാൽ ഉമറിനെയോ അല്ലെങ്കിൽ അബൂ ഉബൈദയെയോ ബൈഅത്ത് ചെയ്യുക. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെ ബൈഅത്ത് ചെയ്യുന്നു. നിങ്ങളാണ് നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തതിനെ തുടർന്ന് ജനങ്ങളും ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്തത്.